ഈനയുടെയും നമ്മുടെ സ്റ്റാലിൻ്റെയും കെണിയിൽ അകപ്പെട്ട് ആര് റീത്ത. അങ്ങനെ റീത്ത എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആര് സ്റ്റാലിൻ്റെ ഭാര്യ വരുന്നതിന് മുൻപ് തന്നെ സ്റ്റാലിൻ്റെ ഭാര്യയെ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ റീത്തയ്ക്ക് കഴിയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ റീത്ത പറയുന്നതാണ് അവർക്ക് വേദവാക്യമെന്ന് കാണാനായിട്ട് കഴിയും. അവർ അത്ര ദേഷ്യക്കാരിയോ വാശിക്കാരിയോ ഒന്നുമല്ല, നമ്മുടെ റീത്തയെ അനുസരിക്കുന്നു എന്ന് മാത്രം. റീത്ത ആ അനുസരിക്കുന്നത് മുതലെടുക്കുവാണ് എന്ന് കാണാം. സ്വത്തിനു വേണ്ടി പണത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന റീത്തയ്ക്ക് അവരുടെ സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് എങ്ങനെയെങ്കിലും തനിക്ക് പറ്റിച്ചും വെട്ടിച്ചും ഒരുപാട് പണമുണ്ടാക്കണം, എല്ലാവരെയും ഭരിക്കണമെന്നുള്ള ആ ഒരു ചിന്ത റീത്തയ്ക്ക് ഉണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. കാരണം എല്ലാവരും തൻ്റെ കീഴിലായിരിക്കണം, ആരും തൻ്റെ മുകളിലോട്ട് പോകരുത് എന്നുള്ള ചിന്തയും റീത്തയ്ക്കുണ്ട് എന്ന് കാണാം. പക്ഷേ സ്റ്റാലിൻ വളരെ ഉയരത്തിലായതുകൊണ്ട് തന്നെയാണ് റീത്തയ്ക്ക് ഇത്ര അസൂയാട്ടോ. കൂടാതെ തന്നെ സ്റ്റാലിൻ്റെ പണം കൊണ്ടാണ് റീത്ത ജീവിക്കുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് എല്ലാം കൂടി തൻ്റെ കയ്യിലേക്ക് വന്നാൽ പിന്നെ സ്റ്റാലിൻ്റെ ചിലവിലാണ് ജീവിക്കുന്നത് എന്ന് ആരും പറയില്ലല്ലോ എന്നുള്ള ഒരു കെണിയും കൂടി ഇതിലുണ്ട് എന്ന് കാണാം. ഇവിടെ അലീനയാണെങ്കിൽ റീത്തയെക്കുറിച്ചുള്ള എല്ലാം മനസ്സിലാക്കുകയാണ് വല്യപ്പച്ചനിൽ നിന്നും. റീത്തയുടെ സ്വഭാവം എങ്ങനെയാണ്, ക്യാരക്ടർ എങ്ങനെയാണ്, അവൾ എന്തൊക്കെ ചെയ്യും, എങ്ങനെയൊക്കെ പെരുമാറും എന്ന് ഒക്കെയുള്ള കാര്യമൊക്കെ വല്യപ്പച്ചൻ അലീനയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അലീന വല്യപ്പച്ചൻ പറയുന്നത് കൃത്യമായി തന്നെ കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ വല്യപ്പച്ചൻ്റെ അടുത്ത് അലീനയാണെങ്കിൽ മറിച്ച് ചോദ്യമൊന്നും ചോദിക്കുന്നില്ല. കാരണം വല്യപ്പച്ചൻ പറയുന്നതിലൂടെ റീത്തയുടെ ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് അലീനയ്ക്ക് ലഭ്യമാകുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. റീത്ത എങ്ങനെയുള്ളവളാണെന്നും ഇതേ സമയം റീത്ത തൻ്റെ ഒരു ആഗ്രഹം വല്യപ്പച്ചനോട് പറഞ്ഞു വെക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോഴാണെങ്കിൽ നമ്മുടെ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, മോളെ അത് നടക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ ഒറ്റയടിക്ക് നിന്നോട് സ്നേഹം കാണിക്കാത്തത് വേറെ ഒന്നുകൊണ്ടുമല്ല. അതായത് അവൻ്റെ മക്കളിൽ നിന്നോ അവൻ്റെ മക്കളെയോ സ്നേഹിച്ചിട്ടില്ല എന്ന് പറയുന്നു. അവൻ്റെ ഉള്ളിൽ ആ അച്ഛൻ്റെ സ്നേഹം ഉറങ്ങിക്കിടക്കുകയാണ് എന്നും പറയുന്നു. അത് പുറത്തേക്ക് വരാൻ ഒരുപാട് സമയമെടുക്കുമെന്നും പറയുന്നു. ഇവിടെ അലീനയാണെങ്കിൽ സ്റ്റാലിനെ നേർവഴിക്ക് നടത്താനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ പ്രേക്ഷകരെ. ഒടുവിൽ ആ നിരാഹാര സമരമാണെങ്കിൽ വിജയത്തിലേക്ക് നീങ്ങുകയാണ് എന്നൊരു തോന്നൽ നമുക്ക് കാണാൻ കഴിയും. അലീനയുടെ മുൻപിൽ സ്റ്റാലിൻ തോക്കുമെന്നുള്ള കാര്യം അത് ഉറപ്പ് തന്നെയല്ലേ. എന്നാൽ മാത്രമല്ലേ കഥ കുറച്ചുകൂടി ശക്തമാവുകയുള്ളൂ. അലീനയും സ്റ്റാലിനും ഒന്നായി ചേർന്ന് ഇവർക്കെതിരെ പൊരുതുമ്പോഴാണല്ലോ കഥയ്ക്ക് ഇത്തിരിയും കൂടി ഒരുമയുണ്ടാകുക, ഒരു കാണാനുള്ള ആവേശമുണ്ടാവുക. അതുപോലെ തന്നെയാണ് നമ്മുടെ കഥാകൃത്തും ചിന്തിച്ച് വച്ചിരിക്കുന്നത്. വലിയ പട്ടാളച്ചിട്ടയുള്ള സ്റ്റാലിനെ അലീന ഉപവാസമെന്ന വഴിയിലൂടെ മനസ്സിളക്കി മാറ്റി മറിക്കുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അലീനയുടെ ആഗ്രഹം പോലെ തന്നെ സ്റ്റാലിൻ അലീനയെ മോളെ എന്ന് വിളിക്കുകയും വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. തുടർന്ന്
നമ്മുടെ അലീന സ്റ്റാൻലിയോട് പറയുന്നുണ്ട്. അപ്പം നഷ്ടപ്പെട്ടു പോയ അപ്പൻ്റെ ജീവിതം നമുക്ക് തിരികെ പിടിക്കണ്ടേ? അപ്പൻ്റെ മക്കളെയും ഭാര്യയെയും വേണ്ടേ എന്ന് ചോദിക്കുന്നു. ഇതേ സമയം ആ റീത്ത ജീവനോടെ ഉണ്ടെങ്കിൽ ആ റീത്ത അവരുടെ കൂടെയുണ്ടെങ്കിൽ ഒരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല അവരുടെ വരവ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എൻ്റെ മക്കളുടെയും ഭാര്യയുടെയും കൂടെ ജീവിക്കണമെന്ന്. പക്ഷേ റീത്ത എപ്പോഴും വിലങ്ങ് തടിയായി നിന്നു. അവൾ ഒറ്റൊരുത്തിയാണ് എല്ലാത്തിനും കാരണമെന്ന് സ്റ്റാൻലി പറയുകയാണ്. ഇതേ സമയം അലീന സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, നമുക്ക് എല്ലാം ശരിയാക്കിയെടുക്കാമെന്ന്. അതിന് പപ്പ എൻ്റെ കൂടെ നിൽക്കണമെന്ന് പറയുന്നു. നമുക്ക് ആ റീത്തയെ ഒന്ന് പൊളിക്കാമെന്ന് പറയുന്നു. പപ്പ കട്ടയ്ക്ക് കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് റീത്തയിൽ നിന്നും നമ്മുടെ സഹോദരങ്ങളെയും, അതായത് പപ്പയുടെ മക്കളെയും ഭാര്യയെയും തിരികെ പിടിക്കാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാൻലിയാണെങ്കിൽ മോളെ എന്താ പദ്ധതി എന്നൊക്കെ ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയും. അപ്പോഴാണെങ്കിൽ നമ്മുടെ അലീന പറയുന്നുണ്ട്, പദ്ധതിയൊക്കെ വലുത് തന്നെയാണ് പപ്പ. ഈ പദ്ധതിയിലൂടെ എന്തായാലും നമുക്ക് അവരെ പിടിക്കാനായിട്ട് സാധിക്കുമെന്ന് അലീന പറഞ്ഞു വയ്ക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ മോളെ നീ എൻ്റെ കൂടെയുണ്ടെങ്കിൽ എനിക്ക് എന്തിനോടും പൊരുതാനായിട്ടുള്ള പ്രചോദനം ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ പപ്പ റെഡി ആയിക്കോളൂ എന്ന് പറയുന്നു. റീത്തയ്ക്കായുള്ള കെണി നമുക്ക് വിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അലീന പറയുന്നുണ്ട്. പപ്പ ഇതുവരെയും അവർക്ക് കൊടുത്തതിൻ്റെ കണക്ക് അവരുടെ മുൻപിൽ പറയണമെന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ മോളെ നീ എന്താ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അടുത്ത് അറിയാനായിട്ട് കഴിയുമെന്ന് പറയുന്നു? അലീന പറയുന്നു. അതായത് സത്യം പോലെ പറഞ്ഞിട്ടുണ്ടാവാനായിട്ട് വലിയ ചാൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ സത്യം അറിയിക്കുന്നു. ഒടുവിൽ അവരിൽ നിന്നും പപ്പ നമ്മുടെ സഹോദരങ്ങളെയും പപ്പയുടെ ഭാര്യയെയും തിരികെ പിടിക്കുന്നു. അതുതന്നെയാണ് എൻ്റെ പദ്ധതി. ആ പദ്ധതിയിലേക്ക്, അവരുടെ വലയിലേക്ക് റീത്ത തനിയെ വന്ന് കയറുകയാണ് പ്രേക്ഷകരെ. റീത്ത അറിയാതെ അവരുടെ ട്രാപ്പിൽ ചെന്ന് ചാടുകയാണെന്നും കാണാം.